കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ മറ്റൊരു മെഷറാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. ഓക്കെ, നമ്മൾ സിമ്പിളായിട്ട് റാങ്ക് കോറിലേഷൻ മെത്തേഡ് എന്നൊക്കെ പറയും. റാങ്ക് കോറിലേഷൻ മെത്തേഡ് കാണാനുള്ള ഇക്വേഷൻ 1 - 6 × summation d² n × n² - 1. ഓക്കെ, അപ്പോൾ നമ്മൾ റാങ്കിൻ്റെ കേസിലാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ: റാങ്ക് 1ഉം റാങ്ക് 2ഉം തന്നിട്ടുണ്ട്. റാങ്ക് 1ൻ്റെ വാല്യൂസ് 1, 4, 3, 2, 5, 6. റാങ്ക് 2ൻ്റെ വാല്യൂസ് 3, 5, 6, 1, 2, 4. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റാങ്ക് കോറിലേഷൻ കാണാൻ വേണ്ടിയിട്ട്, റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? തന്ന റാങ്കിനെ ജസ്റ്റ് ഒന്ന് ഒരു ടേബിളായിട്ട് എടുത്ത് എഴുതാം. ഓക്കെ, ഇനി തന്നത് റാങ്കുകളായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? റാങ്ക് 1 - റാങ്ക് 2 ചെയ്യുക, അതായത് ഡിഫറൻസ് കാണുക നമ്മൾ. ഓക്കെ, അപ്പോൾ 3 - 2, 4 - 5 - 1 - 3, 1, 3, 2. ഓക്കെ, ഇനി ഈ കണ്ടുപിടിച്ച ഡിഫറൻസുകളുടെയൊക്കെ സ്ക്വയറുകൾ d² കാണുക, അതായത് ഡിഫറൻസിൻ്റെ സ്ക്വയർ. -2ൻ്റെ സ്ക്വയർ 4, 1, 9, 1, 9, 4. ഓക്കെ, ഇനി ഈ d² കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ d²ൻ്റെ ടോട്ടൽ കൂട്ടി എഴുതുക. ഓക്കെ, നമുക്കിവിടെ ഇക്വേഷനിൽ ആവശ്യം d² സമ്മാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ ഡിഫറൻസിൻ്റെ ഒക്കെ എന്ത് ചെയ്തു? സ്ക്വയറുകളും കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഈ d² സമ്മ് കണ്ടുപിടിച്ചാൽ മുഴുവൻ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 28 കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? സമ്മേഷൻ d² എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? 28 ആണെന്നുള്ളത് കിട്ടി. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനിലേക്ക് വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 1 - 6 × 28, കാരണം സമ്മേഷൻ d² എന്താണെന്ന് കിട്ടി? 28 ആണെന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ. എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 6 ഒബ്സർവേഷൻസ്. ഓക്കെ, അപ്പോൾ 6 × 6² - 1. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 1 - 168 ഡിവൈഡഡ് ബൈ 210. ഓക്കെ, ഇനി ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? ഡിവിഷൻ നടത്തുക. ആ ഡിവിഷൻ നടത്തിയിട്ട് കിട്ടുന്ന വാല്യൂ എന്ത് ചെയ്യുക? 1ൽ നിന്ന് മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് ആൻസർ എന്ത് കിട്ടും? 0.2 വാല്യൂ. ഓക്കെ, അപ്പോൾ +0.2 ആണ് നമുക്ക് ലാസ്റ്റ് ആൻസറായിട്ട് കിട്ടുക. ജസ്റ്റ് ഒന്നുകൂടി പറയാം. അപ്പോൾ നമ്മളോട് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം എക്സ് വാല്യൂസും വൈ വാല്യൂസും എഴുതുക. എന്നിട്ട് ഓരോ എക്സ് വാല്യൂസിൽ നിന്നും അതിന് നേരെയുള്ള വൈ വാല്യൂസ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക, അതായത് ഡിഫറൻസ് കണ്ടുപിടിക്കും. ഓക്കെ, അങ്ങനെ ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചെന്ന്, അതായത് റാങ്ക് 1ഉം റാങ്ക് 2ഉം തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഓരോ ഡിഫറൻസുകളുടെയും സ്ക്വയർ വാല്യൂസ് കണ്ടുപിടിക്കും. ഓക്കെ,
അതിനുശേഷം എന്ത് ചെയ്യുക, സ്ക്വയർ വാല്യൂസ് മുഴുവനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ മുഴുവൻ സ്ക്വയർ വാല്യൂസും നമ്മൾ ആഡ് ചെയ്യുക. അതായിരിക്കും നമ്മുടെ സമ്മേഷൻ ഡി സ്ക്വയർ, അതായത് ഡിഫറൻസിൻ്റെ സ്ക്വയർ. ഓക്കെ, ഡിഫറൻസിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു, എന്നിട്ട് അതിൻ്റെ സം എടുത്തു. ആ സമ്മ് വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്, ഇക്വേഷനിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഓക്കെ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കിട്ടുന്ന വാല്യൂ ഉള്ളിൽ നിന്ന് കുറയ്ക്കുമ്പോൾ എന്താണോ ആൻസർ കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ.